ഞങ്ങളോട് വന്നൊരു സഹാബി ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, ഇന്നത്തെ പ്രഭാതത്തിനെന്തോ പ്രത്യേകതയുണ്ട് നബിയെ, ഇന്നത്തെ പ്രഭാതത്തിനെന്തോ പ്രത്യേകതയുണ്ട് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചെന്തേ? സഹാബികൾ പറയുന്ന പതിവില്ലാത്ത ഒരു നന്മയുണ്ട്, പതിവില്ലാത്ത ഒരു നന്മയുണ്ട്. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത കാരണം എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത കാരണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കറിയോ? എന്റെ സഹാബികളിൽപ്പെട്ട ഒരു സഹാബി മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയില്. ആ സഹാബിയെ കബറടക്കാൻ പോവുകയാണ്. ആ സഹാബിയെ കുളിപ്പിക്കാൻ, ആ സഹാബിയെ പൊതിയാൻ, ആ സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്ന് കബറടക്കാനുമായി അല്ലാഹുവിന്റെ ലോകത്തിൽ നിന്ന് ആയിരക്കണക്കിന് മാലാഖമാര് ദുനിയാവിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ മലക്കുകളുടെ പ്രകാശമാണ്, ആ മലക്കുകളുടെ പ്രഭയാണ് ഇന്നത്തെ അന്തരീക്ഷത്തിന് മാറ്റം വരുത്തിയതെന്ന് പറയുമ്പോ ഈ സഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എത്ര സഹാബികൾ മരണപ്പെട്ടു പോയി നബിയെ, അവർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത ഈ സഹാബിക്ക് എങ്ങനെ ഉണ്ടായി നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുണ്ടല്ലോ, ഈ പ്രിയപ്പെട്ട സഹോദരൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന സഹാബ, ഒരുപാട് പാരായണം ചെയ്തിരുന്ന സഹാബ, നിസ്കാരത്തിൽ വല്ലാത്തപ്പോഴും ആ സൂറത്തിങ്ങനെ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരുന്ന സഹാബ. അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റം വന്നു പോയതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ആ സൂറത്ത് ഇഷ്ടപ്പെട്ടു പോയവര് മരിക്കുന്ന സമയത്ത് റൂഹ് പിരിയുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരവന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവര്, ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും ആ സൂറത്ത് ഓതാറ്. ഒരു ദിവസത്തെ നിങ്ങൾ തള്ളിക്കളയല്ലേ ചെറുപ്പക്കാരാ. 24 മണിക്കൂറിന് അല്ലാഹു നിങ്ങളുടെ ജീവിത വൃത്തിക്ക് വേണ്ടി അനുഗ്രഹിച്ച് തന്നിരിക്കുമ്പോ എന്തിനൊക്കെ നിനക്ക് സമയമുണ്ട്? ഒരു ജോലിയുമില്ലാതെ മണിക്കൂറുകളോളം മൊബൈൽ ഓണാക്കി വെച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാരോട് വാട്സപ്പിലൂടെ പലതും സംസാരിച്ച് സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഒരു സൂറത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയാ, നിങ്ങളുടെ ദിവസവും പാരായണം ചെയ്തു പോയാ, നിങ്ങൾ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വരുന്നതാണ്. ഏതാണ് ആ സൂറത്ത് എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ട് കിടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ട് കിടക്കുമ്പോ അതിരാപട്ടണം ഉസ്താദ് എന്ന് പറയുന്ന മമ്മിക്കുട്ടിയ സ്ഥലത്ത് എന്നൊക്കെ പറയുന്ന തെക്കൻ കേരളത്തിൽ ഒരുപാട് പ്രാർത്ഥനാ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. നമ്മുടെ ഭാഗത്തൊക്കെ ആ ഉസ്താദിന് വല്ലാത്ത സ്വീകാര്യതയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഉസ്താദിന്റെ മയ്യത്ത് കാണാമെന്ന ഒരു ഉസ്താദ് പറഞ്ഞു, മോനെ, ഞാൻ അതിരാപട്ടണം ആറ്റശ്ശേരി ഉസ്താദ് എന്ന് പറയുന്ന മമ്മിക്കുട്ടിയ സ്ഥലത്തിന് ഒന്ന് ഫോണിലൂടെ വിളിച്ചു വരാ, വാപ്പച്ചിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ പറയാൻ പറഞ്ഞപ്പോ എന്റെ വാപ്പാക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഒരുപാട് ഉസ്താദുമാരെ ഞാൻ വിളിച്ചു പറഞ്ഞതാ. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള സമസ്തയുടെ അൽഹംദുലില്ലാഹ് സുവറുകൂടിയിട്ട് കാലുനീര് വന്നിട്ട് മറന്ന് മൈൻഡ് ചെയ്യാറ് ആദർശ വിപ്ലവത്തിന് വേണ്ടി പടക്കുതിരകളെ പോലെ ചെറിയ ഉസ്താദ് പറഞ്ഞു വിടുന്നത് പോലെ അല്ലാഹുവേ, ആ മാർഗത്തിലൂടെ യാത്ര ചെയ്യുന്ന പണ്ഡിതന്മാരൊക്കെ എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ദുആ ചെയ്യുമ്പോ എന്റെ ഉപ്പാക്ക് കിട്ടിയ ഭാഗ്യമല്ലേ, ആ ഉസ്താദ് കൂടി ദുആ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഫോണിലൂടെ ദുആ എടുക്കാൻ പറയുമ്പോ ആ ഉസ്താദ് എന്നോട് പറഞ്ഞതാണ്, മോനെ, 100 പ്രാവശ്യം ഈ സൂറത്ത് നിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി പെട്ടെന്ന് കവറടക്കുന്നതിന് മുമ്പ് ഒരു ഹദിയ ചെയ്യുക. 100 പ്രാവശ്യം ഈ സൂറത്ത് പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി കവറടക്കുന്നതിന് മുമ്പ് ഒരു ഹദിയ ചെയ്യുക. ഏത് സൂറത്തെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്ര എളുപ്പമാണോരാ പറയുന്നതെന്നോ? ഏറ്റവും വലിയ മഹാത്ഭുതങ്ങൾ വിളമ്പി തരികയാണ് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്ത് തൗഹീദ്. എന്റെ ഉമ്മ, എന്റെ പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, മറക്കല്ലേ, ഓരോ വക്കത്ത് നമസ്കാരം കഴിയുമ്പോഴും ഒരു 10 പ്രാവശ്യം ഈ സൂറത്ത് അങ്ങോട്ട് ഓതിയാൽ ഒരു ദിവസമാകുമ്പോ 50 പ്രാവശ്യമായി. അൽഹംദുലില്ലാഹ്. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നിത്യജീവിതത്തിലൂടെ കൊണ്ടുവരാൻ പറ്റിയാൽ കുറച്ച് ദിവസമൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മറന്നു പോവില്ല, പിന്നെ മാറിപ്പോവില്ല. ജീവിതത്തിൽ എപ്പോഴും അൽഹംദുലില്ലാഹ് ആ സൂറത്തുമായുള്ള ബന്ധം നിനക്ക് ഉപകാരപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, ഈ സൂറത്താണ് നിന്റെ പ്രിയപ്പെട്ട സഹാബി പാരായണം ചെയ്തിരുന്നത്.